ഇന്നലെ 4 മണി ചായയാണ് വരുന്നത് കേട്ടോ. 4 മണി ചായ കടി. ഇന്നത്തെ കടി എന്താണെന്നറിയോ? റാഗിയില്ലേ, അതിൻ്റെ അടയാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്, ആദ്യമായിട്ട് തിന്നാൻ പോവുകയാണ്. എന്താണ് ഇതിൻ്റെ ഇതറിയില്ല. ആദ്യം ആയത് അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഉമ്മറത്തേക്ക് വന്നതാണ് കേട്ടോ. ചൊളാണ്ടി പറയും ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ പൊടി കൂട്ടിയിട്ട് നമ്മൾ സാധാ അട ചുടും പോലെ ചുട്ട് നോക്കി. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ഈ റാഗി അറിയണേക്കാം. അപ്പോൾ അതുപോലെ ഞങ്ങളിതൊന്ന് ഇങ്ങനെ ആക്കി വയ്ക്കണം. അപ്പോൾ ഇതെടുത്തില്ല, ഇതെന്താ കണ്ടിട്ട് തോന്നണേ, നമ്മൾ പുതിയ ചായ പൊടി കൊണ്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ ചായയാണ് കേട്ടോ. അതൊരു കുരുകുരു ആയിട്ടാണ് ഇതിൻ്റെ ചായ പൊടി കിട്ടുക. മറ്റേ നമ്മളത് പൊടിയല്ലേ ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെ നമുക്ക് സമ്മാനം തന്ന ചേച്ചി ഏട്ടനും കൂടി കൊണ്ടുവന്നതിലുള്ള ചായപ്പൊടിയാണ് കേട്ടോ അത്. കുട്ടിയമ്മ ചായ അടിക്കാണ് വരി. അപ്പോൾ നമ്മളെ പൂത്തറയൊക്കെ നോക്കിയേ. മറ്റേത് നമ്മൾ അത്തം മുതൽ നമ്മൾ ഓണപ്പൂവും ഓണപ്പൂത്തറയും എല്ലാം നമ്മൾ കാണിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇക്കുറി അത്തം തന്നെ നമ്മൾ മൊത്തം ഹോസ്പിറ്റലിലായിരുന്നു. അത്തത്തിന് രാവിലെ ഞങ്ങൾ ആസ്പത്രിക്ക് പോയതായിരുന്നു. പിന്നെ ഇപ്പോൾ പൂവിടാൻ പറ്റാത്ത കുറവ് ഇതായിരുന്നു. അപ്പോൾ എന്നാലും നമ്മൾ പതിവ് കാര്യങ്ങൾ തെറ്റിക്കാതെ ചെറിയ തറയിട്ട് തളിച്ച് പൂവിടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അമ്മയ്ക്ക് നമ്മൾ വിചാരിക്കാത്ത രീതിക്ക് ഇത്രയും നോക്കിയിട്ട് ഇപ്പോൾ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ ഇത് വന്നതൊന്നും അറിയില്ല. നമ്മൾ കൂടുതലും നോക്കിയത് ഇപ്പം എങ്ങനെ വന്നറിയില്ല. പിന്നെ സന്തോഷേട്ടൻ പനി ഇൻഫെക്ഷനും വന്നിരുന്നു. അത് കാരണം അങ്ങനെ വന്നോന്നോ ഒന്നും അറിയില്ല. അല്ലാതെ നമ്മൾ വേറെ ആവശ്യമില്ലാതെ ഒരു പുറത്തേക്ക് പോലെ ഒന്നുമില്ല. അത്രയും കറക്റ്റായിട്ട് പോയിട്ടും ഇപ്പോൾ ഇൻഫെക്ഷൻ എങ്ങനെ വന്നു എന്നറിയില്ല. അപ്പോൾ അമ്മേനെ പുറത്തന്നെ ഇറക്കലില്ല, റൂമിൽ തന്നെ അടച്ചിട്ടതാണ് കേട്ടോ. ചായ എല്ലാ സാധനം അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക വരിക അങ്ങനെ. അപ്പോൾ ചായൻ്റെ പറഞ്ഞ ചായക്കടി പറഞ്ഞു കൊടുക്കുക. കുട്ടിയമ്മ ഉണ്ട് കേട്ടോ. കുട്ടിയമ്മ പാലിന് കുട്ടിയമ്മ പാലിന് കയറിയാണേ. അപ്പൊ ആരും പുറത്ത് നിൽക്കാതെ ഉള്ളിലേക്ക് കയറി കാണുന്നില്ല കേട്ടോ. ഒച്ചയൊക്കെ കേൾക്കാനും കൂടി എല്ലാവർക്കും പുതിയാണ്. അപ്പൊ ഇതുണ്ടോ പുറത്ത് അവിടെ നിൽക്കണത്. കാരണം എല്ലായിടത്തും കൂടി നമ്മൾ പോകല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കരുതി നിൽക്കണേ. കടയ്ക്കും ഒക്കെ പോകണതല്ലേ. നമ്മൾ പിന്നെ എങ്ങോട്ടും പോലില്ല കേട്ടോ. അപ്പൊ കുറേ ദിവസമായിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയൊക്കെ തൊട്ട് തുടങ്ങിയ പനിയാണ് ഇവിടെ. അല്ല പറ്റൂല. പത്തിരിച്ചട്ടിയിലെ ചുട്ട ഇതാണ് റാഗി അട. ഒന്നും പറ്റാതെ ഒന്നും കൊടുക്കാതെ അമ്മ അഞ്ഞു വേണ്ടേ ഒരെണ്ണം രസമുണ്ടോ? അരിപ്പൊടി കൂട്ടിയില്ല. അരിപ്പൊടി കൂട്ടണം. അരിപ്പൊടി കൂട്ടാതെ വെറുതെ ഇതുണ്ടാക്കി ചിലപ്പോ നമുക്ക് വിചാരിച്ച് കിട്ടുന്നുണ്ടാവില്ല. അരിപ്പൊടി ഇത്തിരി കൂട്ടി തോന്നണം. നമ്മളടുത്തുള്ള പ്രോസ്നൈറ്റൊക്കെ എല്ലാവരും കണ്ടു കരുതണേ. നമ്മളെ ഈ മോഡൽ പ്രോസ്നൈറ്റിയാണ് നമ്മുടെ അടുത്തുള്ളത് ഇപ്പൊ കേട്ടോ. ഇങ്ങനെ ലേസില് കഴുത്തിൽ ലേസ് വന്നിട്ടുള്ളത്. വർത്താനം പറയാൻ വയ്യ, ഇൻഫെക്ഷൻ കയറി ഒന്നിനും പറ്റാതെ ആവി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോക്ടർക്ക് പോകണം. അപ്പൊ വേണ്ട കൊടുത്തോട്ടെ, അത് വേണ്ട കൊടുത്തോണ്ട് ആയിക്കോട്ടെ. അപ്പൊ ഇപ്പൊ നമ്മള് നൈറ്റ് അയക്കണത് നമ്മള് എന്താ പറയാ പോസ്റ്റ് ഓഫീസ് വഴിയല്ല കേട്ടോ. അപ്പൊ ഡ്രസ് അയക്കണം. 2 ദിവസത്തെ പ്രശ്നം കൂടി ഉള്ളു. നമ്മൾ തന്നെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. സ്വന്തമായിട്ട് തന്നെ എന്താ പറയാ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട് ചെയ്യാനുള്ള. അപ്പൊ DTDC വഴി അപ്പൊ അയക്കണത്. എന്നാലും അത് എഴുതിയിട്ട് നിങ്ങളുടെ നമ്മൾ പൈസ വേറെ വാങ്ങണില്ല, ആ കൊറിയർ ചാർജ് തന്നെ വാങ്ങണുള്ളൂ. ഇനി പോസ്റ്റ് വഴി അയച്ചു തരാം, ആ പൈസ തന്നെ വാങ്ങുള്ളൂ. നഷ്ടം നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ പറഞ്ഞതല്ലേ നമ്മൾ ചെയ്യും. ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ ബിസിനസ്സുള്ള ആൾക്കാർക്ക് അറിയാം. ഒരു മാക്സി വിടാനിപ്പോൾ 42 രൂപയും പിന്നെ കവറിന്റെ പൈസ ഉള്ളതാണ്. ഒന്നിന് കേട്ടോ, 2 വേറെ കൂടും. ആ സ്ഥാനത്ത് ഇപ്പോൾ ഒന്നിന് 120 രൂപയും. ഇപ്പോൾ DTDC ആകുമ്പോൾ 60 രൂപയ്ക്ക് ഒന്ന്. സ്ഥലം അനുസരിച്ച് ഇങ്ങനെ മാറും. ഇതും സ്ഥലം പിൻകോഡ് അനുസരിച്ച് റേറ്റ് മാറി വരും. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അവിടെ വിളിച്ച് ഹെഡ് ഓഫീസിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നോക്കി വെച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് റെഡി ഒന്നല്ലേ പറഞ്ഞു.
അപ്പൊ ഇതിലും കുറഞ്ഞ റേറ്റ് ഞാൻ അയച്ചു തരും. പിന്നെ അത് നമ്മൾ നിർത്തില്ലട്ടോ, വലുതാക്കി വരുന്നുള്ളൂ. കുറച്ചും കൂടി ഒക്കെ ഒരു ഇതൊക്കെ മാറ്റം വരുത്താനൊക്കെ ഇങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇതിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് അമ്മേൻ്റെ പ്രശ്നം ഇപ്പം നമുക്ക് മാക്സി കുറേ ആൾക്കാർ സൺഡേ മൺഡേ ചോദിക്കുന്നുണ്ട്. നമുക്ക് പോയി എടുക്കാൻ പോകാൻ വയ്യ. ഇപ്പോൾ സൺഡേ മൺഡേ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു കാര്യം പറയാലോ, ഈ ഓണത്തിന് നമ്മുടെ അടുത്തുനിന്ന് കുറേ ആൾക്കാർ എടുത്തതിൻ്റെ വഴി വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ പറയണുണ്ട് എടുക്കാൻ കാരണം ഇപ്പോഴത്തെ നമ്മളെ അങ്ങനെ ഹോസ്പിറ്റലും അസുഖവും ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കപ്പോൾ തുണിക്കടയും കാര്യങ്ങളൊക്കെ ഓരോ നാട്ടിലില്ലാത്ത, അപ്പോൾ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കൂടിയാണ് അതൊക്കെ എടുക്കണേ. പിന്നെ നമ്മൾ അത്ര ലാഭം എടുക്കണില്ല, ഒരു 30 40 റേഞ്ചിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. അതാണ് അത്രയും കുറച്ച് ചാർജ് കമ്മിയാക്കിയിട്ട് നമ്മൾ തരുന്നത്. അത്ര മതി, കൂടുതൽ പൈസ ആൾക്കാരെ നമ്മൾ അങ്ങനെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു മാക്സിക്ക് ഇപ്പം എത്ര കിട്ടും എല്ലാവർക്കും അറിയാം. പിന്നെ മാക്സി നോക്കിയ സൺഡേ മൺഡേ നൈറ്റ് ഒക്കെ ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് ഔട്ട് സെയിൽ. പിന്നെ എന്താ വെച്ചാൽ ഇത് നമ്മൾ വാഷ് ചെയ്തിട്ടില്ല, കളർ പോകണ്ടോന്ന് അറിയാം. ഇത് പോവാത്തല്ലേ, ഇത് ഞാൻ ചില തുണികൾ വരുന്നുണ്ട് ഇപ്പല്ലേ. അത് കാരണം ഇത് പുതിയ മോഡലായതുകൊണ്ട് നമ്മൾ എടുത്ത അങ്ങനെ സിറ്റുവേഷനിൽ എടുത്തല്ലേ, നല്ല കാണാൻ രസം കൊണ്ട്. പിന്നെ ഞാനിത് എടുത്ത് ഉപയോഗിക്കുന്ന വെച്ചാല് ഇതെടുത്ത് എൻ്റെ ഇത് പറഞ്ഞാലേ ഉള്ളൂ നിങ്ങൾക്ക് അത് അല്ലേ കളർ ഇളകണോ ആ തുണിയാണോ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇത്. അപ്പം ഞാൻ ഇത് എടുത്ത് ഉപയോഗിച്ചിട്ട് നാളെ ഇതിൻ്റെ കാര്യം പറയാം. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയത് ഓണപ്പൂവും തെരഞ്ഞാണ് കേട്ടോ. നോക്കിയാൽ നമ്മളെ ചുറ്റുഭാഗത്ത് പച്ചപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ പൂവിൻ്റെ ഒരു കളറിൽ എവിടെയില്ല. പിന്നെ എന്താ കാണാന്ന് വെച്ചാല് മന്ദാരം പറഞ്ഞ പൂവുണ്ട് അവിടെ, ഒരു വെള്ള, അത്രേ ഉള്ളൂ പൂക്കള്. കൊണ്ടുപോകാനും കൂടി പൂക്കളില്ല, അത്രേ കഷ്ടത്തിലാണ്. പിന്നെ ഇന്നത്തെ നമ്മളെ വിശേഷത്തില് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവർക്കും ഉപകാരമാകാൻ വേണ്ടിയിട്ട് കൂടിയാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ഫാമിലിയിൽ ഒരുപാട് അംഗങ്ങളുണ്ട്, 3 ലക്ഷത്തോളം ആൾക്കാർ പോകാനായി. അപ്പൊ നമ്മളതില് നമ്മളൊപ്പം നിന്ന് ഒരു ചേച്ചി ഉണ്ട് അതിനോടൊരു മാപ്പ് പറയണം. കാരണം കുറെ ദിവസമായി നമ്മളോട് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള തെറ്റാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യമായതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. അപ്പൊ അതിനോട് ആദ്യത്തെ ഒരു ക്ഷമ ചോദിക്കുക. എന്റെ വീട്ടുകാരോട് നമ്മളെ വിശ്വസിച്ചൊരു പണി ഏൽപ്പിച്ച് തന്നല്ലേ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് സപ്പോർട്ടൊക്കെ തരുന്ന. അത് ആരായാലും നമ്മൾ ചെയ്തു തരും കേട്ടോ. ഈ ചേച്ചി മാത്രമല്ല, ആര് പറഞ്ഞാലും നമ്മൾ ചെയ്തു തരും. അപ്പൊ എന്താ കാര്യം പറയട്ടെ, എറണാകുളത്തുള്ള ചേച്ചിയാണ്, റിട്ടയർഡായ അധ്യാപികയാണ്. ആളിപ്പോൾ റിട്ടയർഡ് ആയത് കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ പണിയില്ലല്ലോ, അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ എന്തെല്ലാവരും കാണുമെന്ന് ഉറപ്പില്ലല്ലോ. അപ്പോൾ നമ്മൾ വിശേഷത്തിൽ കൂടി ഉൾപ്പെടുത്താൻ വിചാരിച്ചതാണ്. അപ്പോൾ ആൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ മെയിനായിട്ട് അന്യ നാട്ടിൽ നിൽക്കണവരോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യണവർക്കോ ഓർക്കൊക്കെ ഒരു ഉപകാരപ്രദമാണ് വീഡിയോ. കാരണം എന്താണെന്നറിയോ, കാര്യം ഈ ഇറച്ചിയൊക്കെ ഉണക്കിയിട്ട് ഓലന്നെ ഓരോ വീട്ടിൽ ഡ്രയറിലിട്ട് ഉണക്കി വൃത്തിയായിട്ട് ഉണക്കി ചെയ്തെടുക്കുന്ന സംഭവങ്ങൾ ആണ് നമ്മൾ കൊറിയറായിട്ട് അയക്കാൻ പോകണം. അതും ഓൾ ഇന്ത്യയിൽ മൊത്തം ഉണ്ട്. ഇനി പുറത്തേക്ക് വേണമെങ്കിലും ഉണ്ട്, പക്ഷെ അത് അവിടെ കൊറിയർ പ്രശ്നമുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ അച്ചാറുകളുണ്ട്, മത്സ്യം, മാംസവും, പിന്നെ നമ്മളെ തൊട്ടുള്ള ബാക്കിയുള്ള അച്ചാറുകളില്ലേ എല്ലാം ഉണ്ട്. പിന്നെ ഈ ചക്ക കൊണ്ടുള്ള ചക്കക്കുരു, ചക്കച്ചോള, ചക്ക വരട്ടിയത്, അങ്ങനെ കൊണ്ടാട്ടം, പിന്നെ കൈപ്പങ്ങ കൊണ്ടുള്ള കൊണ്ടാട്ടം, പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ സംഭവങ്ങളില്ലേ, അത്രയും വൃത്തിയിലാണ് ചെയ്യുന്നത്. അത് പൊടിച്ചിട്ടും പൊടിക്കാതെ ഉണ്ട് കിട്ടണേ. പിന്നെ അവലോസ് പൊടി, അവല്, ഇതൊക്കെ ഉണ്ട് സംഭവങ്ങൾ. ഇതൊക്കെ ഒരുപാട് വർഷം നമുക്ക് കേട് വരാതെ സൂക്ഷിക്കാം. അതിന് ആണ് ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ താല്പര്യമുണ്ട് ഇതിനോടൊക്കെ എന്ന് വിചാരിച്ചാൽ ഒറ്റ കോൾ മതി. ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. സ്ക്രീനിൽ കൊടുത്താൽ പിന്നെ അത് എവിടെ വെച്ചിട്ട് വലിയ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ചേച്ചീൻ്റെ നമ്പർ കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് വാങ്ങി നോക്കുക. പിന്നെ ചേച്ചീനെ വർത്താനം പോലെ തന്നെ നല്ല വൃത്തിയിലാണ് അല്ലേ, വൃത്തിയിലാണ് നമ്മളോട് സംസാരിക്കുന്നതും. അതേപോലെ തന്നെ നമുക്ക് അറിയാം ഇപ്പൊ എങ്ങനെ ഏകദേശം ഉണ്ടാക്കണം. അപ്പൊ വീഡിയോ വൈകിയത് ക്ഷമിക്കണം എല്ലാവരും. പിന്നെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാണ്. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയണ്ട, ഇത് വേറൊരു ബിസിനസ് ആയിട്ട് മാത്രമല്ല, ആൾക്ക് ചെറിയൊരു വരുമാനം കിട്ടണമെന്ന് ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കും. വരുമാനം അതിനപ്പുറം ആൾക്കൊരു ടൈം പാസ് എന്നുള്ള നിലയ്ക്കും കൂടിയാണ് ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്.
മനസ്സിലായില്ലേ? ആ അങ്ങനെ ഇറങ്ങണം. അപ്പൊ ഞാൻ വിചാരിച്ചു താത്തയാണല്ലോ പോണത് എന്ന്. വീട്ടിലെ പിന്നെ പോണ താത്താനെ കണ്ടല്ലോ. ചാണകമൊക്കെ കൊണ്ടുവന്ന താത്തേനെ, കഞ്ഞിവെള്ളം കൊണ്ടുവന്ന താത്തതിന് പോണുണ്ട്, വർത്താനം പറഞ്ഞതാ. അപ്പം നമ്മളിപ്പോൾ ഈ സംരംഭം പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. അപ്പോൾ നമ്മളെ എല്ലാ സ്ഥലത്തിനും കിട്ടുന്നതിനേക്കാളും കുറച്ച് പൈസയ്ക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ. ആ ഫുൾ റേറ്റ് ഒന്നുമില്ല അല്ല സാധനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വേണ്ടവർ പറഞ്ഞ പോലെ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പൂവൊക്കെ ഉണ്ടേ. അപ്പോൾ ചേച്ചീൻ്റെ സംരംഭം എല്ലാവരും വിജയിപ്പിച്ചു കൊടുക്കുക. നമ്മളൊരു ഫാമിലി അംഗല്ലേ. അപ്പോൾ ഞങ്ങൾ ഹോട്ടലൊക്കെ പൂവുണ്ടോ നോക്കാനാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. പിന്നെ അമ്മേനെ ഒന്ന് കാണിക്കാൻ ഞങ്ങൾക്ക് അങ്ങോട്ട് നമ്മളെന്താ വെച്ചാൽ അമ്മക്ക് ഇത്രയും വയ്യ. നമ്മൾ ചിരിച്ച് കളിച്ച് പറയണത് എന്താ വെച്ചാൽ നിങ്ങളെ മുന്നിലൊന്നും സങ്കടപ്പെട്ട് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? അത് കാര്യമില്ലല്ലോ. നമ്മളെ വീട്ടിലും അസുഖം ഉണ്ടെങ്കിൽ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല. കാരണം ചിരിച്ചും കളിച്ച് നിൽക്കണം. മനസ്സ് ഹാപ്പി ആവണ്ടേ. നമ്മളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് കാര്യമില്ല അല്ലേ? ശരിയാക്കണം. ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. കുറച്ച് പ്രശ്നം തന്നെയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. നല്ല പ്രശ്നം തന്നെയാണ്. ഇൻഫെക്ഷൻ കയറാൻ പാടില്ല ഈ ടൈമിൽ. എന്താ ചെയ്യണേ? എനിക്ക് ഇൻഫെക്ഷൻ കയറി, ഡ്രസ്സിൻ്റെ ഇൻഫെക്ഷൻ കയറി. അപ്പം അതിൽ ഇന്നലെ ഇഞ്ചക്ഷൻ അടിച്ചു, മിഞ്ഞാന്ന് ഇഞ്ചക്ഷൻ അടിച്ചു. അപ്പം ആവി പിടിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷിജിൻ്റെ കാല് വേറെ ഒരു ബെൽറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് ഡോക്ടർ എഴുതി തന്നാണ്, അങ്ങോട്ട് പോകണം. MRI എടുക്കണം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ മുഖം ഇങ്ങനെ നമ്മൾ ഒരു ടെൻഷനോട് നിന്നിട്ട് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നല്ല ടെൻഷനിൽ നല്ലൊരു സന്തോഷമുള്ളൊരു വീഡിയോ കണ്ടല്ലേ നമ്മളല്ലേ സമ്മാനമൊക്കെ തന്നത്. സമ്മാനം കിട്ടിയ പിറ്റേ ദിവസമാണ് നമുക്ക് എല്ലാവർക്കും പനിയൊക്കെ വന്നത്. അപ്പൊ ആ സന്തോഷം അങ്ങനെയാണ് പോയി കിട്ടിയതിന്റെ ഇത് പറയില്ല നമ്മളെ. അപ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു ഇത് വന്നു. ഇൻഫെക്ഷൻ അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങിയാണ് ഡോക്ടേഴ്സ്. ഇങ്ങനെ പറഞ്ഞിരുന്നു, പോണ സ്ഥലത്ത് നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഫെക്ഷൻ ശ്രദ്ധിക്കണേന്ന്. അപ്പോൾ അങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന സാധനം ഇപ്പോൾ വന്നപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഞെട്ടല്. ഇനിയിപ്പോൾ അതെങ്ങനെ ശരീരത്തിൽ നിന്ന് പോവാൻ പറ്റുമെന്ന് പ്രയാസമാണ്. കാരണം അങ്ങനെയായിപ്പോൾ അതിപ്പോൾ നിങ്ങളെ മുന്നിൽ നിന്നിട്ട് കരഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതിൻ്റെ ഇതിനെ കൂടെ പറയുക. കരയണതും ഈ സങ്കടപ്പെട്ട് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. ഇത് വെച്ച് പൂവ് ഇത് രാവിലെ എടുക്കാം. പൂവില്ലേ? ഒരു പൂവില്ലേ? നമ്മള് പൂവ് ഈ മഴ പെയ്തിട്ടാകും പൂവ്. ഞങ്ങള് പൂവ് ഇല്ല അല്ലാത്തൊക്കെ വളർത്തി, പൂവുള്ള മാത്രം നോക്കിയില്ല. എന്താ ചെയ്യാ? പൂവിട്ടാ അപ്പൂസ് വലിയ ആൾക്കാരും മുണ്ട് ഇതൊക്കെ എടുത്തിട്ട് വേപ്പൂസേ ഉണ്ട് അപ്പുറത്ത് പോയേക്കാം. പൂവില്ലല്ലോ ഷിജി. ഒന്നല്ല നമ്മളത് വള്ളിക്കറുത്ത കേട്ടോ. ഇവിടെ ഒന്നൊരു പൂവില്ല കേട്ടോ നമുക്ക്. പൂച്ചെടി പൂവാണ്. ആടെ പൂച്ചെടി രാവിലെ ഇവിടെ ഒന്നുമില്ല. പിന്നെ ഈ മഴ ഇതുകൊണ്ട് മൊത്തം കാട് പിടിച്ചിട്ടുണ്ട് നമ്മളെ വീടൊക്കെ. എന്നാലും പച്ചമുളകൊക്കെ ഇവിടുന്ന് പറിച്ചോണ്ട് പോലുണ്ട് കേട്ടോ. നമ്മളെ കൂട്ടാനുള്ള ഇതൊക്കെ എന്താന്നറിയാം വരാൻ പറ്റണില്ലേ? വഴുതനയൊന്നും പൂച്ചെടിപ്പൂ ശംഖുപുഷ്പൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയല്ലേ ഇപ്പത്തെ സംഭവം എന്താന്നറിയോ? പാമ്പുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാം ഇത് പാമ്പുള്ള ഏരിയയാണ്. ഞാൻ എപ്പോഴും നമ്മളെ കണ്ണിൽ കാണിച്ചു തരരുത്, നമ്മളെ ദ്വൈക്കരുത് എന്ന് പറയുന്നുള്ളൂ. അല്ലാതെ നമ്മൾ അതിനെ ഉപദ്രവിക്കാൻ പോണില്ലല്ലോ. വണ്ടിമേലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം തലേന്റെ ബാലൻസ് ആയിട്ട് ഒന്നും പറ്റണില്ല. പത്തനുണ്ട് അതിന്റെ ചേച്ചി ഇവിടെ ഇവിടെ ഒന്നും പോവാത്തോണ്ടേ ഒന്നും മനസ്സിലാവണില്ല. ഇത് വള്ളിക്കറുത്ത് എടുത്ത് ഒഴിവാക്കിയിടണം. എന്നിട്ട് പൂവ് നമ്മള് മലയിൽ തന്നെ കയറി അവിടെ ഇല്ല. പൂവിന് മലയിൽ തന്നെ കൊണ്ടുവരും. ഇപ്പൊ നടക്കാൻ പറ്റുള്ളൂ. പൂവിനെ പോണ വീടൊക്കെ നാളെ ഇട്ട് വരാം. ചെറുതായിക്കോട്ടെ. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് നിങ്ങളങ്ങനെ പുറപ്പിക്കുക. എല്ലാവരും കൂടുമ്പോൾ അതൊരു ഇതാണ്.
പിന്നെ സന്ധ്യച്ചൊക്കെ ഉണ്ടായിരുന്നില്ല, പക്ഷെ നമുക്ക് പറയാൻ അങ്ങനത്തെ പറ്റിയ മൂടല്ല എന്നല്ലായിരുന്നു. സന്ധ്യച്ചിക്കാണ് പൂവിടുന്നത് കാണിക്കാനോ. അതാണ്. കഴിഞ്ഞ പ്രാവശ്യം അമ്മയൊക്കെ എല്ലാവരും ഇരുന്നിട്ട് പൂവിടലും ചെറിയും കളിയും പാട്ടൊക്കെ ചെയ്യണം. ഈ പ്രാവശ്യം അത് മാറി. പിന്നെ സന്ധ്യച്ചിൻ്റെ മോളെ എന്താ പാല് കാച്ചലാണെന്ന്. അപ്പം സന്ധ്യച്ചി അങ്ങനെ അങ്ങോട്ട് പോയതാ. സിന്ധ്യച്ചി ഉണ്ട്. സിന്ധ്യച്ചി ഇപ്പം നാളെ മറ്റന്നാളെ പോകണം. ഓണായപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ വീട്ടിലൊരു അല്ലേ കൊല്ലത്തിലൊരു വരുന്ന ഓണാണ്. അപ്പം ഇന്ന് വന്നത് 2-3 ആഴ്ചത്തോളമായി സിന്ധ്യച്ചി ഇവിടെ. അപ്പം നാളെ കഴിഞ്ഞൊന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം നാളെ കാണാം. എല്ലാവരും പ്രാർത്ഥിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല.